അസ്സലാമലൈക്കും. വെൽക്കം ടു ഉസ്കാർ ഹെന്ന. മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളവർക്കും അത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള ട്യൂട്ടോറിയൽസായിട്ടായിരുന്നു ഇവിടെ പറയുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ബൾക്കായിട്ട് കോൺസ് ഓർഡർ വന്നപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ നാളത്തേക്ക് എനിക്കൊരു 100 കോൺസ് പെട്ടെന്നൊരു ഓർഡർ വന്നതാണ്. അപ്പോൾ നാളത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് തന്നെ തലേന്ന് രാത്രി തന്നെ കോൺസ് റോൾ ചെയ്ത് വെക്കും. അപ്പോൾ അതിന് തന്നെ എത്ര ഷീറ്റ് വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത്, എനിക്കിപ്പോൾ 25 ഗ്രാമിൻ്റെ 100 കോൺസാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കട്ട് ചെയ്തിട്ട് അത് ഞാൻ റോൾ ചെയ്ത് അന്ന് രാത്രി തന്നെ വെക്കും. എന്നാലാണ് നാളെ രാവിലെ മുതൽ നമ്മളിതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആരെയും വിളിക്കണം, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ ഒരു ഉച്ചയോടുകൂടി തീരണമെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ കോൺസ് റോൾ ചെയ്ത് വെക്കണം. കുറച്ച് ടൈം എടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ കോൺ റോളിങ്. നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. എന്നിട്ട് 100 കോൺസിന് ആവശ്യമായിട്ടുള്ള പൗഡർ അളന്ന് നമ്മളെടുത്ത് അത് പഞ്ചസാരയും വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അത് മിക്സായി കഴിഞ്ഞതിന് ശേഷം ഓയിൽ ഒഴിച്ചതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഓയിൽ ഒഴിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇരട്ട പോലെ കിടക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ആ ഓയിൽ അതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മിക്സായി വരും. ഇങ്ങനെ ചെയ്യുമ്പോൾ കട്ട കെട്ടൽ വളരെ കുറവായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും അത് ഇപ്പോൾ ഭയങ്കര സ്റ്റിക്കിയാണ്. ഉടനെ ഡൈ റിലീസ് കഴിയാത്ത പുതിയ ഫ്രഷ് പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുക. ഇപ്പോൾ നോക്കുമ്പോൾ ഏകദേശം ഓയിലൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ സുബൈക്ക് എണീക്കുമ്പോഴാണ് പിന്നെ അതിൻ്റെ ബാക്കി മിക്സിങ് നമ്മൾ ചെയ്യണത്. സ്റ്റെയിൻ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡൈ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് ഇവിടെ ഓവർനൈറ്റ് നമ്മൾ വെക്കും. ഒരു 6, 7, 8 മണിക്കൂർ നമ്മളിത് വെക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് വെക്കണതിൻ്റെ കൂടെ തന്നെ നമ്മൾ കോണും റോൾ ചെയ്ത് തലേന്ന് രാത്രി തന്നെ വെച്ചേക്കും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ഒരു ടൈം ഷെഡ്യൂൾ അനുസരിച്ച് അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്തിട്ട് നമുക്കത് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ അന്ന് കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ഞാൻ 100 കോൺസ് റോൾ ചെയ്ത് വെച്ചിട്ടാണ് കിടന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ കിച്ചണിലെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ വന്ന് സ്റ്റെയിൻ റിലീസായിട്ടുണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പോൾ കറക്റ്റ് ഇതിൽ സ്റ്റെയിൻ റിലീസായി വന്നിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ആകെ മാറി, പേസ്റ്റിൻ്റെ ഭാവവും മട്ടൊക്കെ മാറി, അത് കൂടുതൽ സ്ട്രിഞ്ചി ആയി വന്നിട്ടുണ്ട്. നല്ല സ്മൂത്തി സിൽക്കി പേസ്റ്റായി വന്നിട്ടുണ്ട്. കൂടുതൽ ബൾക്ക് ഓർഡേഴ്സ് ഉള്ളപ്പോൾ ഇതേപോലെ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് സ്പാച്ചുല തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 ഫിൽറ്റർ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ലക്ഷറി പൗഡർ എടുത്തിട്ടാണ് കോൺസ് ഉണ്ടാക്കുന്നത്. ഹൈ ക്വാളിറ്റി പൗഡറാണ്, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റിയ ക്വാളിറ്റി പൗഡറാണ്. ആവശ്യമുള്ളവർക്ക് ഫോൺ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ട ഓൾ കേരള ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ 5 ഫിൽറ്റർ ആയതുകൊണ്ട് അരിക്കണം എന്നില്ല, അതിൻ്റെ അംശമൊന്നും കാണില്ല. എന്നാലും ഞാൻ ബൾക്കായതുകൊണ്ട് തോർത്ത് വെച്ചിട്ടാണ്, കോട്ടൻ്റെ തുണി വെച്ചിട്ടായാലും അരിച്ചാണ് എടുക്കുക. ഞാൻ അരിക്കണത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എന്നിട്ട് നമ്മൾ വെയ് ചെയ്തിട്ടാണ് 25 ഗ്രാംസ് വെയ് ചെയ്തിട്ടാണ് ഇതേപോലെ പാക്ക് ചെയ്യുന്നത്. കറക്റ്റ് ഓരോ കോൺസ് എടുത്തിട്ട് പൈപ്പിംഗ് ബാഗിൽ നിറച്ച പേസ്റ്റ് നമ്മൾ അതിനകത്ത് നിറച്ച്, ഇതിൻ്റെയൊക്കെ വീഡിയോസ് മുമ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് പോയി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാം കോൺ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോസ് നമ്മൾ ഇതിന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് എല്ലാം ഒരു 25 ഗ്രാംസ് വെച്ചിട്ട് വെയിറ്റ് ചെയ്ത് വെച്ചിട്ടാണ് മേശപ്പുറത്ത് മൊത്തം ഇട്ടിട്ടാണ് ചെയ്തിട്ടാണ് നമ്മളിത് പാക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ ഒരു ചായ കൂടി കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഉച്ചയോടുകൂടെ ഇത് ഫുൾ പാക്ക് ചെയ്ത് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ബാക്കി വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ബാക്കി എല്ലാ പരിപാടികളും നേരത്തെ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് നിന്നത്. നിങ്ങൾക്ക് വീട്ടിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ തന്നെയാണ് ഫുൾ കോൺസ് റോൾ ചെയ്തെടുത്ത് പാക്ക് ചെയ്തത്. ഓക്കെ, അങ്ങനെ നമ്മൾ കൊറിയർ പാക്ക് ചെയ്തിട്ട് അഡ്രസ്സ് അയച്ച് കൊടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തപ്പോൾ കയ്യിലായതിൻ്റെ സ്റ്റെയിൻ കാണിച്ചെന്നുള്ളൂ. അത് കുറച്ച് രാത്രി ആയപ്പോഴത്തേക്കും ഡാർക്ക് ആൻഡ് കളറായി. അത് വെച്ചിട്ട് ഒരു ഡിസൈനും കൂടെ കാണിക്കുകയാണ്. താങ്ക് യു.